അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നൻ്റെ കൂടെ ജുംല ഇസ്മിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദാഹരണം പഠിച്ചു. ഇന്നൽ കിതാബ ജദീദുൻ. അപ്പോൾ ഇന്ന അവിടെ പ്രവേശിക്കുന്നതോടെ കിതാബ് എന്താവും? മൻസൂബാവും. അപ്പോൾ അതിന് ഇസ്മു ഇന്ന എന്ന് പറയാം, മുബ്തദ എന്ന് പറയില്ല, കാരണം അത് മുബ്തദവും മർഫൂനല്ല. പിന്നെ ജദീദുൻ ഖബറു ഇന്ന. വേറൊരു ഉദാഹരണം നോക്കാം. ഇന്ന മുഹമ്മദൻ ജമീലുൻ. തീർച്ചയായും മുഹമ്മദ് ഭംഗിയുള്ളവനാണ്. അത് ഇന്നില്ലാണ്ട് ജുംല ഇസ്മി എങ്ങനെയായിരുന്നു? മുഹമ്മദുൻ ജമീലുൻ. നമ്മൾ പഠിച്ചതാണ്. മുഹമ്മദുൻ ജമീലുൻ. അപ്പം മുഹമ്മദ് മുബ്തദയാണ്. അപ്പം മുഹമ്മദുൻ മർഫൂൻ. മുഹമ്മദ് ഭംഗിയുള്ളവനാണ്. ഈ മുഹമ്മദുൻ ജമീലുനിൽ ഇന്ന പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും? ഇന്ന മുഹമ്മദൻ ജമീലുൻ. തീർച്ചയായും മുഹമ്മദ് ഭംഗിയുള്ളവനാണ്. അപ്പോൾ മുഹമ്മദ് എന്തായി? ഇസ്മു ഇന്നയെ. ഇനി അത് മുബ്തദ അല്ല, കാരണം മർഫു അല്ല. അപ്പോൾ മുഹമ്മദൻ ഇസ്മു ഇന്ന. ജമീലുൻ എന്താ? ഖബറു ഇന്ന. ഇനി ലമീർ മുത്തസിലുകൾ ഇന്നൻ്റെ കൂടെ വരാം. ഓക്കെ, ലമീർ മുത്തസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ലമീർ മുൻഫസിലുമുണ്ട്, ലമീർ മുത്തസിലുമുണ്ട്. ലമീർ മുൻഫസിൽ ഏതൊക്കെയാണ്? ഹുവാ ഹുമാഹും, ഹിയ ഹുമാ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന, അന നഹ്നു. ഇത് നമ്മൾ ബുക്ക് 1 മനപ്പാടാക്കിയതാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ലമീർ മുത്തസിൽ ഏതൊക്കെ? ഹു ഹുമാഹും, ഹാ ഹുമാ ഹുന്ന, കാ കുമാക്കും, കീ കുമാക്കുന്ന, യാ മുത്തക്കല്ലിംന. അപ്പോൾ ഈ ലമീർ മുത്തസിൽ ഇന്നൻ്റെ കൂടെ വരും. അപ്പോൾ ഇന്നൻ്റെ കൂടെ വരുമ്പോൾ എങ്ങനെ അതുണ്ടാകുക? ഇന്നഹു, ഇന്നഹുമ, ഇന്നഹും, ഇന്നഹ, ഇന്നഹുമ, ഇന്നഹുന്ന, ഇന്നക, ഇന്നകുമ, ഇന്നകും, ഇന്നകി, ഇന്നകുമ, ഇന്നകുന്ന. ഇനി അവസാനത്തെ ഞാനെന്നും ഞങ്ങളെന്നും പറയാൻ 2 രീതിയിൽ ഇന്നയിൽ വരാം ലമീർ മുത്തസിൽ. ഒന്നുകിൽ ഇന്നനീന്ന് വരാം, അല്ലെങ്കിൽ ഇന്നീന്ന് വരാം. തീർച്ചയായും ഞാൻ എന്ന് പറയാൻ. ഇനി തീർച്ചയായും ഞങ്ങൾ എന്ന് വരാനും 2 രീതിയിൽ വരാം. ഇന്നനാന്ന് വരാം, അല്ലെങ്കിൽ ഇന്നാന്ന് വരാം. അപ്പം അത് ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരാം? ഇന്നഹു തീർച്ചയായും അവൻ, ഇന്നഹുമ തീർച്ചയായും അവർ 2 പേർ പുരുഷന്മാർ, ഇന്നഹും തീർച്ചയായും അവർ കുറേ പേർ പുരുഷന്മാർ. ഇത് ഖുർആനിൽ നിരന്തരം വരുന്നതാണ് ഈ ഇന്ന ദമീർ മുത്തസിലുമായിട്ടുമൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പമാവും. ഇന്നഹ തീർച്ചയായും അവൾ, ഇന്നഹുമ തീർച്ചയായും അവർ 2 പേർ സ്ത്രീകൾ, ഇന്നഹുന്ന തീർച്ചയായും അവർ കുറേ പേർ സ്ത്രീകൾ, ഇന്നക തീർച്ചയായും നീ, ഇന്നകുമ തീർച്ചയായും നിങ്ങൾ 2 പേർ പുരുഷന്മാർ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ കുറേ പേർ പുരുഷന്മാർ, ഇന്നക്കി തീർച്ചയായും നീ ഒരു സ്ത്രീ, ഇന്നകുമ തീർച്ചയായും നിങ്ങൾ 2 പേർ സ്ത്രീകൾ, ഇന്നകുന്ന തീർച്ചയായും നിങ്ങൾ കുറേ പേർ സ്ത്രീകൾ. ഇനി തീർച്ചയായും ഞാൻ എന്ന് പറയാൻ 2 രീതിയിൽ വരാം. ഇന്നനീന്നും വരാം, ഇന്നീന്നും വരാം. ഇന്നീ നേർക്കുനേരെ യാമുത്തക്കല്ലും ഇന്നൻ്റെ കൂടെ ഇന്നീ തീർച്ചയായും ഞാൻ, അല്ലെങ്കിൽ നടുക്കൊരു നൂനിട്ടിട്ടും വരാം. ഇന്നനീ 2 രീതിയിൽ വരാം തീർച്ചയായും ഞാൻ എന്ന് പറയാൻ. അതേപോലെ തീർച്ചയായും ഞങ്ങൾ എന്ന് വരാനും 2 രീതിയിൽ വരാം. ഒന്നുകിൽ ഞാൻ ഇന്നൻ്റെ കൂടെ വരാം, ഇന്നനാ തീർച്ചയായും ഞങ്ങൾ, അല്ലെങ്കിൽ ഇന്നാന്ന് നീട്ടിയിട്ട് ഷദ്ദോടെ, ഇന്നാ നീട്ടിയിട്ട് ആ ഷദ്ദിൻ്റെ കൂടെ അലിഫ് നീട്ടിയിട്ട് ഇന്നാ, പിന്നെ നൂനില്ലാണ്ട്, അല്ലെങ്കിൽ ഇന്നനാ ഒരു നാം കൂടി കൂട്ടിയിട്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് മനപ്പാടാക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.